എല്ലാവരും ചോദിക്കുന്നുണ്ട് മിഖായേൽ മാലാഖയുടെ ആ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്നത് പിശാചുള്ളിടത്ത് ബഹിഷ്കരിക്കാനല്ലേ? എല്ലായിടത്തും പോയിട്ട് ഇത് പ്രാർത്ഥിക്കേണ്ട എന്താ ആവശ്യം? മനസ്സിലാവുന്നുണ്ടോ? അവൻ പ്രാർത്ഥിച്ചിരിക്കുക, പിശാചെങ്ങാനും വരാണെങ്കിൽ നമ്മൾ പോയിക്കോട്ടെ. അതിനർത്ഥം നമ്മൾ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ആ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്തിനുള്ള പ്രാർത്ഥനയാണത്? പിശാചിനെ ബഹിഷ്കരിക്കുന്നുള്ള പ്രാർത്ഥനയാണ്. പിശാചില്ലാത്തടത്ത് പോയിട്ട് ഇത് ബഹിഷ്കരിക്കേണ്ട എന്താ ആവശ്യം? അപ്പം എന്താ ചെയ്യണേ? എല്ലാവരും അത് എല്ലാ ദിവസത്തെ ഒരു റൊട്ടീൻ പ്രയറാക്കി എടുത്തിരിക്കുകയാണ് ചിലർ. ഇതൊന്ന് പ്രാർത്ഥിച്ചേക്കാം, ഒരു സംരക്ഷണം കിട്ടേക്കോട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന, ഞാൻ പിന്നെ എനിക്ക് തോന്നി പണ്ടത്തരം കർത്താവ് ശോഭിച്ച് നമ്മുടെ അകത്ത് രാജാതിരാജനായിട്ട് വാഴും. നമ്മളെ കണ്ട് ആ കർത്താവിനേക്കാളും വലിയ സംരക്ഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ വിശ്വാസത്തിൻ്റെ തലമാണിതെല്ലാം. നമ്മൾ വിശ്വസിക്കണം കർത്താവ്. ഈ സങ്കീർത്തനത്തിലൊക്കെ കർത്താവിൻ്റെ കരുണ ആകാശത്തിനേക്കാൾ ഉയർന്നു നിൽക്കണം എന്നൊക്കെ പറയണത് വേറെ വാക്കില്ലാഞ്ഞിട്ടാണ്. അതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുക? കർത്താവിൻ്റെ ശക്തി നമ്മൾ അത്രയും തന്നിരിക്കണം. ആ ശക്തിയെ നമ്മൾ ഉപയോഗിക്കൂ, ആ ശക്തിയിൽ അങ്ങ് വിശ്വസിക്കൂ. വേണ്ടി വരാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ അത്രയും ശക്തിയിലാകുമ്പോൾ വലിയ പിശാചുക്കളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എപ്പോഴാണ് കൊണ്ടുവരണേ? നമ്മൾ ശക്തി കൊണ്ട് നിറയുമ്പോഴാണ്. നമ്മളെല്ലാവരും വലിയ സംരക്ഷണ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? പിശാചിനെ പേടിച്ചിട്ടല്ലേ? ആണോ അല്ലയോ? അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒരു പിശാചും വരാൻ പോകണില്ല, കർത്താവ് അയക്കില്ല. കാര്യം ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? പിശാചിനെ ശരിക്കും ബഹിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പ്രാർത്ഥനയും ചെയ്യാണ്ട് കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് സമയമായി ചായ കുടിക്കാൻ ഞാൻ പറഞ്ഞെന്ന് തോന്നണം. ഇപ്പോൾ തൊട്ട് ധ്യാനങ്ങളായതിൻ്റെ പേരിൽ ഏത് ധ്യാനത്തില്ല. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ആരെയും വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമുക്ക് വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വളരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഒരു സ്വന്തം സഹോദരനായിട്ട് നിങ്ങളെന്നെ കണക്കാക്കണം. ഞാൻ നിങ്ങളുടെ മാതിരി തന്നെ ഒരാളാണ്. പക്ഷെ ഓരോ കർത്താവ് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ എന്നെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളെയും പറഞ്ഞു തരും. നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണുകയാണ്. ടി വി തുറന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാണുന്ന ടോക്കുകൾ ഇതെല്ലാം ഈ ഡയറക്ഷനിൽ വിപരീതമായിട്ടുള്ള ചിലതാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരാൾ അതിനകത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരാൾ എന്തോ ഒരു ആവശ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 15 പ്രാവശ്യം വിശ്വാസം പ്രമാണിച്ചില്ല. അപ്പോൾ അങ്ങനെ നീ എല്ലാ ദിവസവും കുറേ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രശ്നം മാറും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നമൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് എന്ത് വലിയ കാര്യമാണ്? കർത്താവ് അപ്പം എൻ്റെ ഉള്ളിൽ പറയാണ്, കണ്ടോ അദ്ദേഹം പറഞ്ഞത്? നീ കേട്ടിട്ടില്ലേ? ശതാധിപൻ വന്നിട്ട് എന്താ പറഞ്ഞത്? ശതാധിപൻ വന്നിട്ട് പറഞ്ഞ എന്താ പറഞ്ഞത്? 15 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലണമെന്നാണോ പറഞ്ഞത്? ശതാധിപൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അവൻ ക്രിസ്ത്യാനി ആയിരുന്നോ? അവൻ യഹൂദനായിരുന്നോ? അല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പം അതാണ് വിശ്വാസം. നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് മിണ്ടിയാൽ കാര്യം നടക്കും. വിശ്വാസത്തോടെ കർത്താവേ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ ശക്തി ഒഴുകും. നമ്മൾ 33 വിശ്വാസ പ്രമാണം ചെല്ലണതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ വിശ്വാസ പ്രമാണം ചെല്ലണേ ഉള്ളൂ, വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 33 ആഴ്ച ചെല്ലേണ്ട ആവശ്യമുണ്ടോ? പറയും. നിങ്ങൾ ഈ ചെല്ലണ കാര്യം വിശ്വസിക്കുന്നുവെങ്കിൽ 33 പ്രാവശ്യം ചെല്ലേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾക്ക് വളരേണ്ട ഒരു തലം. ഞാനിത് വിമർശിക്കുന്നതല്ല. നിങ്ങൾക്ക് വളരണമെങ്കിൽ ഈ തോതിൽ വരണം. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ കാര്യം നടക്കും. 33 പ്രാവശ്യം പറയണതിലൂടെ അല്ല, 15 പ്രാവശ്യം. അപ്പോൾ ആ രീതി ഇപ്പം നമ്മളുടെ അടുത്ത് ഒരാളൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനോട് ഇന്ന പരിഹാരം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ കർത്താവ് ശോഭിച്ച പരിഹാരം ചെയ്തതിൻ്റെ എന്താ യോഗ്യത? നിന്റെ പരിഹാരം അനുസരിച്ച് കാര്യം നടക്കുന്നതായില്ലേ?
അതാണോ വിശ്വാസം? അപ്പോൾ ഞാൻ പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ പ്രശ്നത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് അത് പരിഹരിക്കും. ഫിനിഷ്. ആ ലെവലിലേക്ക് നമ്മൾ വരണം. അല്ലാണ്ട് അവർക്ക് കുറേ ലിസ്റ്റ് എഴുതി കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് ഇത്ര നമ്പർ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോഴെല്ലാം നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഈശോ പറയണത്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ക്ഷമിക്കണം, ഞാൻ ആരെയും വിമർശിക്കുകയല്ല. വിശ്വാസം വളരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഞാനും പണ്ട് ഈ നമ്പറൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പം എനിക്കതൊന്നും വേണ്ട. വാക്ക് പോലുമില്ല, കണ്ടില്ലേ? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാൻ. എന്നാൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കണം, അതൊക്കെ വേറെ കാര്യം. അതെന്ത് കാര്യമാണ്? അത് ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശബ്ദം ആരാ എടുക്കണത്? ആത്മാവാണ്. പക്ഷെ വേറെ പ്രാർത്ഥന എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. ആ ഈശോ ഉണ്ട്, പടമായിട്ടല്ല, ഒരു തത്വമായിട്ടല്ല. ശരിക്കും ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെന്നേ. നമ്മൾ ഈശോനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സക്രാരിയാണ്. ആ നമ്മളിലുള്ള ഈശോയോട് ഒന്ന് സ്നേഹിക്കുക, ഒന്ന് നോക്കുക. മൗനമായിട്ടിരുന്ന് ഈശോയെ അങ്ങ് സ്നേഹിക്കുമ്പോൾ, അപ്പോൾ അതാണ് ഈ മദർ തെരേസയുടെ പ്രാർത്ഥനയുടെയൊക്കെ കണ്ടിട്ടില്ലേ? മധുരിങ്ങനെ ലയിച്ചിരിക്കണ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ അകത്ത് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? മനസ്സിലാവുന്നില്ലേ? അങ്ങനെ അങ്ങ് ലയിച്ചങ്ങ് ഇരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ല, ഇപ്പം മാർഗ്രറ്റ് അല്ലേ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതിങ്ങനെ ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു, ആ ദൈവത്തിന് ഇത് വരും. അപ്പോൾ ഉടനെ നമ്മുടെ അകത്ത് ഇതുണ്ട്. നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ അകത്ത് ഇത് ഓൾറെഡി ഉണ്ട്. അതങ്ങ് അറിഞ്ഞാൽ മതി. ഇന്നലെ വേറൊരു സിസ്റ്റർ പറഞ്ഞു എന്നോട്, ഞാൻ നമ്മളെ ഭാഷാവരത്തിൽ ചോദിച്ചുകൊണ്ട് വിളിക്കുള്ളിലെ വിളി പൊട്ടട്ടെ എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ പോണേരത്ത് പറഞ്ഞു, ആ നേരത്തെ എൻ്റെ അകത്ത് എന്തോ ഒരു ഭയങ്കര ഒഴുക്ക് ഇങ്ങനെ ഉണ്ടായി. ഞാനങ്ങ് കണ്ണുനീരൊഴുകിപ്പോയി. അതിൻ്റെ അർത്ഥം അവിടെ സംഭവിച്ചു. അത് ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് മുട്ടി തുറക്കുക മതി. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഒരു നിമിഷം മൗനമായി കർത്താവിന് നന്ദി പറയാം. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ ആഴമായി പതിപ്പിക്കണമേ. ഇതിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. അങ്ങ് ഞങ്ങളിൽ പുതിയ ബോധ്യങ്ങൾ നൽകണമേ. ശാന്തമായി നമുക്ക് പോകാം. മൗനമായിരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 5 മണിക്ക് വരെ നമുക്കിപ്പോൾ വിശ്രമ സമയമാണ്. ചായ കുടിക്കാം, കുളി നടത്താം. രാത്രി 10 മണി കഴിഞ്ഞിട്ട് കുളിയില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ ഇപ്പോഴേ കുളിച്ചോ. താങ്ക് യു.